ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാനിതുവരെ വീട്ടിൽ ട്രൈ ചെയ്യാത്ത ഒരു കാര്യം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഹെയർ ഡമ്മി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒറിജിനൽ ഹെയർ ആണോ എന്നുള്ള സംശയം ഉണ്ടായി. ബട്ട് സ്റ്റിൽ അതിൻ്റെ കമൻസിൽ നോക്കിയപ്പോൾ, അതിൻ്റെ റിവ്യൂസിൽ നോക്കിയപ്പോൾ അത് ക്രിംപ് ചെയ്യാനും അയൺ ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. അതുപോലെ സ്പ്രേ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആകുന്നുള്ള റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കാണാം. സോ അപ്പോൾ ഇതാണ് ആ പാക്കേജ്. ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു തല ഉണ്ടോയെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ മാനിക്യൂൻ, ഹെയർ മാനിക്യൂൻ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോങ് ഹെയർ ആയിട്ടുള്ള ഒരു ഡമ്മിയാണ്. നല്ല സിൽക്കി ഹെയർ ആണ്. ഇത് അത്യാവശ്യം വോളിയം ഉണ്ട് ഈ ഹെയറിന്. അപ്പോൾ നമ്മൾ ക്രിംപ് ചെയ്ത് അല്ലെങ്കിൽ കേളൊക്കെ ചെയ്ത് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്റ്റൻഷൻ വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ഡമ്മി. പിന്നെ ഇതിന് ഫിക്സ് ചെയ്യാനായിട്ട് ഇവർ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതിന് ആക്ച്വലി ട്രൈപോഡ് ഇല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ടേബിളിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിക്സ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ സ്ക്രൂവും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇതെനിക്ക് തോന്നുന്നു ടേബിളിൽ ഫിക്സ് ചെയ്യുന്ന ഹെഡ് ആയിരിക്കണം. യെസ്, ഇത് ടേബിളിൽ ഫിക്സ് ചെയ്യുന്ന ഹെഡ്. അതിങ്ങനെ ഇത് ലൂസാക്കിയിട്ട് നമുക്ക് ടേബിളിൻ്റെ അവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്താണാവോ? ഓക്കെ, ഇത് ഹെഡ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം ആണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ഇല്ല, ഇങ്ങനെയല്ല. ഉൾട്ടയായിരുന്നു ഗൈസ്, അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് നമ്മുടെ ഹെയർ മാനിക്യൂൻ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇതിൻ്റെ അകത്ത് ലോക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ ഹെഡിൻ്റെ താഴെയും ഒരു ലോക്ക് പോലെ ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്താൽ മതി. ഡൺ. ഇനി നമുക്കിത് ടേബിളിൽ ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഹെയർ ഡമ്മിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അത് കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാനിക്യൂൻ ഈ ടേബിളിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടു, ഇത് ടേൺ ചെയ്തിട്ട് നമുക്ക് എത്ര ഗ്യാപ്പാണ് വേണ്ടത് ആ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ടേബിളിൻ്റെ ഈ എത്ര കട്ടിയാണോ ടേബിളിനുള്ളത് ആ അനുസരിച്ച് വേണം നമ്മളിവിടെ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിൻ്റെ അകത്തേക്ക് ഇത് ഫിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. അത് എന്നിട്ട് ഈ നോബിൽ പിടിച്ച് തിരിക്കുമ്പോൾ ഇത് ടൈറ്റായി വരും. ഇതിപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്, കണ്ടോ, ഇത് ഫിക്സ്ഡായി. ഇതെന്തായാലും ഇനി വീണ് പോവില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ ഡമ്മി ഫിക്സ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഹെയർ ഡമ്മി ടേബിളിൻ്റെ പുറത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഡമ്മി ഫിക്സ് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മൾ ഇതിനകത്ത് ഹെയർ സ്റ്റൈൽസ് പ്രാക്ടീസ് ചെയ്യണ്ടേ. അപ്പോൾ ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.